ജോസഫ് സി മാത്യു, എം ടി വാസുദേവൻ നായർക്ക് ഫേസ്ബുക്ക് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയ ഇല്ലാത്തത് ഭാഗ്യം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പല മാതൃപിതൃ സ്മരണകൾ കേൾക്കേണ്ടി വന്നേനെ. ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്താണ് നിലവാരമില്ലാത്തതാണ്. ഞാൻ ഇതിനോടകം തന്നെ ഒരു മഹാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ കണ്ടു, എഴുത്തുകൾ നിലവാരമില്ലാത്തതാണ് എന്ന ഫത്വ ഇറങ്ങിയേനെ. ഇപ്പോൾ കോൺഗ്രസ്സുകാരനാക്കുകയല്ല, പേര് നോക്കി ഒന്നുകിൽ LDF അല്ലെങ്കിൽ RSS ചാപ്പയാണ് നൽകുന്നത്. അപ്പോൾ ഉറപ്പായും സംഘിയാണ്, RSS ആണ് എന്ന ചാപ്പകുത്തൽ കേൾക്കേണ്ടി വന്നേനെ. MD അത് മൈൻഡ് ചെയ്യില്ല. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പള്ളി പോയില്ല എന്ന് പറയുന്നത് പോലെ MD ഇതിലും വലിയ വിമർശനം ഉണ്ടായിട്ട് പോലും കുലുങ്ങാതെ നിന്ന ആളാണ്. ഏത് സമയത്താണ് നോട്ട് നിരോധനത്തിൻ്റെ വിമർശന കാലത്ത്. ജോസഫ് സി മാത്യു, അതൊക്കെ മാറ്റി നിർത്തിയാൽ MD വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരിക്കെ അമിതാധികാര പ്രയോഗത്തെപ്പറ്റി പറഞ്ഞത് അത് കേന്ദ്ര സർക്കാരിനെ പറ്റി മാത്രം പറഞ്ഞതാണ് എന്ന് ഇപ്പിക്ക് തോന്നാൻ എന്താകും കാരണം? ജോസഫ് സി മാത്യു. ഹാഷ്മി, EP ജയരാജൻ്റെ ആക്രമണത്തിന് വിധേയനാകുകയും തലയിൽ വെടിയുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ചിലപ്പം അതിൻ്റെ പ്രശ്നമാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും MD പറഞ്ഞത് എന്താണ് എന്ന ഒരു വ്യാഖ്യാനം മലയാളികൾക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്, ദീർഘനാളായി നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ഒരു വലിയ നിശബ്ദത, കാതടപ്പിക്കുന്ന മൗനം, അതിന് ഒരു വിരാമം ഉണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്, വ്യക്തിപരമായി പോലും നമ്മളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെയൊക്കെ അതിര് മാന്തി എന്തോ ദേഷ്യത്തിൽ ശ്രീ പിണറായി വിജയനോടുള്ള പകയാണ്, അതിനു വേണ്ടിയാണ് പറയുന്നത് എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലെ ലെസർ മോർട്ടൽസ് മാത്രം എന്തോ വ്യക്തിവിരോധത്തിൻ്റെ പേരിലാണ് ഈ വിമർശനം നടത്തുന്നതെന്ന് പറഞ്ഞിടത്ത് ഏതാണ്ട് അതേ കാര്യങ്ങൾ അതിലും ആഴത്തിൽ അതിലും ഭംഗിയായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ കൂടി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതും നന്നായി. കാര്യം മുഖ്യമന്ത്രി ഇപ്പം നേരിട്ട് കാണുന്നത് മാത്രമേ കാണാറുള്ളൂ, നേരിട്ട് കേൾക്കുന്നതേ കേൾക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേറെ ഒന്നും വായിച്ചറിയോ കേട്ടറിയോ ഒന്നും വേണ്ട, നേരിട്ട് തന്നെ കേൾക്കാനിടയായി എന്നുള്ളതിലും മലയാളികൾ ഭാഗ്യവാന്മാരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ MT പറഞ്ഞത് വളരെ കൃത്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഈ പൊതുവായിട്ടാണ് പറഞ്ഞതെന്ന് EP പറഞ്ഞത് ശരിയാണ്. പക്ഷേ പൊതുവായി പറഞ്ഞതിന് വളരെ സ്പെസിഫിക്കായ കാരണങ്ങളുണ്ട്. ഈ സമീപകാലത്ത് നടക്കുന്ന സ്തുതിപാഠക സദസ്സുകൾ, അതിൽ EPയും ഒരു കൊയർ മാസ്റ്ററായി മാറുകയാണ്. അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് ഒരു പാര ചെയ്യുന്നതാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ ഹീസ് ഓവർ ഡൂയിങ് ഇറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് ജോസഫ് സി മാത്യു, ഇവിടെ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ച് ആരാധിക്കുന്നില്ലേ? മന്നത്ത് പത്മനാഭന്റെ, നെഹ്റുവിന്റെ, എന്താണ് AKGയുടെ, EMSന്റെ ഒക്കെ ചിത്രം വെക്കുന്നില്ലേ? അപ്പോൾ വീരാരാധന അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നത് വീണ ജോർജ് അല്ല, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ശ്രീ ജോസഫ് സി മാത്യു. അതെ 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 അതാണ് അദ്ദേഹം ഞാനത് പർപ്പസ്ലി ചെയ്യുന്നതാണോ ഇത്? കാര്യം ഇത് അതിര് കടന്നാൽ ഇത് പല രീതിയിൽ ഇതിനോട് പ്രതികരണങ്ങൾ ഉണ്ടാവാം എന്ന് കണ്ടിട്ട് ഒരുപക്ഷെ ഇത്തരം അതിരുകടക്കലായിരിക്കാം MDയെ കൊണ്ട് ദീർഘനാളുകൾക്ക് ശേഷം സംസാരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളികൾ നമ്മളെപ്പോലുള്ള മധ്യവയസ്കരും യുവാക്കളും ഒക്കെ ലജ്ജിക്കേണ്ട സമയമാണ്. കേരളത്തിൽ സമരവീര്യം ഈ രീതിയിൽ കാണുന്നത് ഇപ്പോഴും MTയിലും ഗ്രോവാസുവിലും ഒക്കെയാണ് എന്ന് പറയുന്നത് നമ്മളെ യഥാർത്ഥത്തിൽ ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്. ഗ്രോവാസു നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു മരവിപ്പ് ബാധിച്ച ഒരു സമൂഹമായി മാറുകയാണ്. നമുക്ക് അർഹിക്കുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ MT എന്താണ് പറഞ്ഞതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെ ഉദാഹരിച്ചുകൊണ്ടുള്ള വിമർശനമാണ്. അദ്ദേഹം സോവിയറ്റ് യൂണിയനിലുണ്ടായ അപജയത്തെക്കുറിച്ചും, അപജയം മാത്രമല്ല ഏതാണ്ട് ശിഥിലീകരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശിഥിലീകരണം ചൂണ്ടിക്കാണിച്ചവർ റീഹ്, ഗോർക്കി, അവരെ എല്ലാവരെയും അവഹേളിച്ചുകൊണ്ട് ശിഥിലീകരണത്തിന് ന്യായീകരണം അങ്ങനെ പറയുന്നവരെ ഇകഴ്ത്തി കാണിക്കുകയും അങ്ങനെ ഇല്ല എന്ന് പറയുക, അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എല്ലാ തെറ്റുകളുടെയും എല്ലാ തിന്മയുടെയും കാരണം സാറിസ്റ്റ് ഭരണമാണ് എന്ന് പറയുക, അത് കേന്ദ്ര ഭരണമാണെന്ന് പറയുക എന്ന് വ്യാഖ്യാനിച്ചാൽ മതി. എല്ലാ തിന്മകളുടെയും അതിന് സാറിസ്റ്റ് ഭരണത്തിൽ തിന്മയില്ലെന്നല്ല MT പറഞ്ഞത്.
എല്ലാ തിന്മയുടെയും കാരണം അവിടെയാണെന്ന് പറയുക. വെറും ശൂന്യമായ പൊങ്ങച്ചങ്ങളിൽ അഭിരമിക്കുക, ചെറിയ നേട്ടങ്ങളെ അല്ലെങ്കിൽ ഉള്ള നേട്ടങ്ങളെ വളരെയധികം പുകഴ്ത്തി കാണിക്കുക. എന്നിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു, എങ്ങനെയെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ അധികാരത്തിൽ കയറിപ്പറ്റുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്ന് മാർക്സ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. EMS ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തി എടുക്കുന്നത്, ഞാൻ അത് കേട്ടിട്ടാണ് രൂപപ്പെടുത്തിയതെന്ന് പറയാറില്ല, ഞാൻ രൂപപ്പെടുത്താൻ ആരംഭിച്ചു എന്നേ പറയാറുള്ളൂ. കാരണം അന്വേഷണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു അടഞ്ഞ അധ്യായമായിരുന്നില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. പക്ഷേ അത് മനസ്സിലാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിലൂടെ പറഞ്ഞത്. വേറെ ഒരു മഹാനെ സൃഷ്ടിക്കുകയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വളരെ ശുഷ്കമായിട്ടുള്ള പൊങ്ങച്ചങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു മറുഭാഗമാണ് ഹാഷ്മി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യം. ഒരു ഭാഗത്ത് ഇങ്ങനെ പൊങ്ങച്ചങ്ങളും ഒരു ഇല്ലാത്ത മേനി നടിക്കലും സ്വന്തം പരാജയം മറച്ചു വെക്കാൻ വേണ്ടി കുറേ പേരെ കൊണ്ട് സ്തുതി വാഴിപ്പിക്കുകയും അങ്ങനെ സ്തുതികളിൽ വസിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾക്ക് അവർ ഒരു ഫാസിസ്റ്റായി മാറുക എന്നുള്ളത് വളരെ സ്വാഭാവിക പ്രക്രിയയാണ്. അതിൻ്റെ മറുഭാഗത്ത് അവരെല്ലാ എതിർപ്പിൻ്റെ ശബ്ദങ്ങളെയും അടിച്ചമർത്താനായി ശ്രമിക്കും. അത് നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമീപ ദിവസങ്ങളിൽ മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ആഷ്മി, ഇവിടെ മംഗളത്തിൻ്റെ പത്രാധിപരെ വിലങ്ങ് വെച്ചുകൊണ്ട് കോടതിയിൽ വരുന്നത് നമ്മൾ കണ്ടു. കേസ് നമുക്കറിയാം, ആ കേസിൻ്റെ വസ്തുതയും നമുക്കറിയാം. അതിൽ മന്ത്രി ഇപ്പം പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മന്ത്രി എവിടെയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പത്രാധിപരെ വിലങ്ങ് വെച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടുത്തെ മാധ്യമ സമൂഹം വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല, പൊതുസമൂഹവും പ്രതികരിച്ചില്ല. അതിനുശേഷം മഹിജയുടെ സമരത്തിൻ്റെ ഘട്ടത്തിൽ ഷാജർ ഖാനെയും ഷാജഹാനെയും എല്ലാം പിടിച്ചു ഒരു തോക്കുസ്വാമിയോടൊപ്പം ഒരാഴ്ചയോളം അകത്തിടുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ PC ജോർജ്, അദ്ദേഹത്തോട് എന്തൊക്കെ വിയോജിപ്പുണ്ടായിക്കോട്ടെ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അന്ന് കോടതി ജാമ്യം കൊടുത്തു വിട്ടു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും നീതി നിർവഹണമോ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കലോ നിയമം അതിൻ്റെ വഴിക്ക് പോകലോ ഒന്നുമല്ല ഈ നടക്കുന്നത് ഇവിടുത്തെ അധികാരത്തിലിരിക്കുന്നവർ ഒരു ഭീഷണി പൊതുസമൂഹത്തിന് നൽകുകയാണ്. നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന്. അതായത് ഒരു ശിക്ഷ നടപ്പിലാക്കി കോടതികളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ന്യായമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ഇവിടെ ആരും എതിരല്ല, അതല്ല ഈ സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രക്രിയയിലൂടെ, ഈ അധികാരത്തിൻ്റെ മുഷ്ക് കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രക്രിയയിലൂടെ ഇവിടെ ഒരു ഭീതിയുടെ അന്തരീക്ഷം വളർത്തിയെടുക്കാമോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ സ്വന്തം സഹാക്കൾക്ക് പോലും ഈ പോലീസിൽ നിന്ന് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുകയല്ല, അതിനെ ഉദാഹരിച്ചുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ ധ്വംസനത്തെ ന്യായീകരിക്കുകയാണ് ഇവിടുത്തെ ഈ ഇടതുപക്ഷ സുഹൃത്തുക്കളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം ജോസഫ്. ശ്രീമതി സാന്ദ്ര ബോസ് എന്ന് പറയുന്ന 21-കാരിയാണ്. ഈ പറഞ്ഞ രാഷ്ട്രീയ സമരമാണ്, വിദ്യാർത്ഥി സമരമാണ്. രാവിലെ 5 മണിക്ക് പോലീസ് ഒരു കാര്യമില്ലാതെ വീട്ടിൽ കയറി കസ്റ്റഡിയിൽ എടുത്തുവെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? അതിനെതിരെ പ്രതിഷേധിക്കാതെ അതിനെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കയറി അറസ്റ്റ് തന്നെ വിരോധിക്കാനുള്ള ക്യാപ്സ്യൂൾ ഇറക്കുന്നത് ലജ്ജാകരമല്ലേ?